യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തു. സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമക്കേസിലാണ് അറസ്റ്റ്. പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ നിന്നാണ് കന്റോൺമെന്റ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ നേരത്തെ 24 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ടിൻഡു ദാസുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. ടിൻഡു, രാത്രിയിൽ വീട്ടിൽ കയറിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ. വിഷ്ണു ശർമ്മ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഈ കന്റോൺമെന്റ് പോലീസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് പുലർച്ചെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് 11 ജില്ലകളിലെ ജില്ലാ കേന്ദ്രങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രാഹുലിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ, അത് AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകുമോ എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത്. നിലവിൽ പത്തനംതിട്ടയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങോട്ടേക്ക്, അതായത് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും AR ക്യാമ്പിലേക്ക് മാറ്റാം. അതാണ് പതിവ് രീതികൾ. പക്ഷേ ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ AR ക്യാമ്പിലേക്ക് മാറ്റുമോ എന്നൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ടയിൽ നിന്നും കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്കറിയാം, 2 ആഴ്ചകൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ ഒരു മാർച്ച് നടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമുള്ള ആദ്യ മാർച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലയിൽ നിന്നുമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുത്തു. ഏതാണ്ട് കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെയാണ് അന്ന് കേസെടുത്തിരുന്നത്. നിലവിൽ ഇപ്പോൾ 24 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും 24 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് തുടർച്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അന്ന് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. VD സതീശനെ 1ാം പ്രതിയാക്കിക്കൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തെ 2ാം പ്രതിയാക്കിക്കൊണ്ടുമായിരുന്നു പോലീസ് ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് എന്ന് വേണം മനസ്സിലാക്കാൻ. മാർച്ച് നടക്കുന്ന സമയം അതായത് പൊതുമുതൽ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കലാപാഹ്വാനം സൃഷ്ടിക്കുക, സംഘം ചേർന്നുള്ള ആക്രമണം, ഗൂഢാലോചന തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് മാർച്ച് നടക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിൽ നിന്നും DCC ഓഫീസിലേക്കും സമാനമായ രീതിയിൽ മാർച്ചുണ്ടായിരുന്നു. DCC ഓഫീസിന്റെ മുന്നിൽ വെച്ച് പലതവണ അക്രമങ്ങളുണ്ടായി. പോലീസുകാരെ മർദ്ദിക്കുന്നൊരു സാഹചര്യമുണ്ടായി. പല പോലീസുകാർക്കും മർദ്ദനമേറ്റിരുന്നു. കന്റോൺമെന്റ് സ്റ്റേഷൻ SIക്ക് ഉൾപ്പെടെ മർദ്ദനമേറ്റ് അതായത് ശരീരം മുറിഞ്ഞ് ചോര വന്നിരുന്നു. അതോടൊപ്പം തന്നെ പോലീസിന്റെ സുരക്ഷാ കവചങ്ങൾ അടിച്ചു പൊട്ടിക്കുകയും ഹെൽമറ്റുകൾ തകർക്കുകയും ജലപീരങ്കി ഉൾപ്പെടെയുള്ള പോലീസിന്റെ വാഹനങ്ങളുടെ ചില്ലുകൾ തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിലും കൂടെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാഹുലിനെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 1 മണിക്കൂറിൽ രാഹുലിനെ തിരുവനന്തപുരത്ത് എത്തിക്കും. AR ക്യാമ്പിലേക്കാണോ അതുപോലെ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്കാണോ കൊണ്ടുവരുന്നത് എന്നൊരു കാര്യത്തിൽ മാത്രം സംശയമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് വാർത്ത പുറത്തു വന്നതോടെ വിവിധ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിഷേധമാണ് ഇനി മുന്നിൽ കാണുന്നത്. സ്റ്റേഷനിലേക്ക് മാർച്ച്, അതുപോലെ തന്നെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ മുതിർന്ന നേതാക്കൾ ആരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ പല ഘട്ടങ്ങളിലായി കോൺഗ്രസിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വരുമ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരു പ്രതികരണം പല ഘട്ടങ്ങളിൽ ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും രാഹുലിനെ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ വിഷയവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാകും. എന്തായാലും രാഹുലിനെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നുണ്ട്. ഇതുവരെ നേതാക്കന്മാരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ജില്ലാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ പരിപാടികളും മറ്റും സംഘടിപ്പിക്കുന്നുണ്ട്. വിഷ്ണു ശർമ്മ. അത് തന്നെയാണ്. ടിൻഡു ദാസാണ് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കന്റോൺമെന്റ് പോലീസ്. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും.